ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സുജന. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും ഏട്ടനും ചേച്ചിമാരൊക്കെ കൂടെ അമ്പലത്തേക്ക് പോവുകയാണ്. വടക്കുംനാഥ ക്ഷേത്രത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരി വരെ സ്കൂട്ടിയിലാണ് പോണത്. അതിന് ശേഷം നമ്മൾ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങളിതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും ബാക്കിലായിരിക്കണത്, ഫ്രണ്ടിൽ ചേച്ചിമാരിയ്ക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡ് ഇറങ്ങി നമ്മൾ അമ്പലത്തേക്ക് നടക്കുകയാണ്. ഇത് ഈ മോളാണ് കേട്ടോ ഫ്രണ്ടിൽ നടക്കണത്. അപ്പോൾ അവിടെ ഒരുപാട് വിലക്കുറവിലുള്ള സാധനങ്ങളൊക്കെ റോഡ് സൈഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോണത്. അതുപോലെ തന്നെ ഞാൻ ഫോട്ടോസിലും വീഡിയോസിലൊക്കെയാണ് ഫ്രണ്ട് വ്യൂ കണ്ടിട്ടുള്ളത്. പൂരത്തിൻ്റെ അങ്ങനെയുള്ളതിലൊക്കെ ഞാൻ ഫ്രണ്ട് വ്യൂ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അമ്പലത്തേക്ക് പോണത്. ഇതേ അപ്പം നമ്മളിവിടെ ചേച്ചിമാരുണ്ട്, പിന്നെ മോളോ ഉണ്ണിക്കുട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. ചെരുപ്പ് ഇതേ ഒരു സൈഡാണ് കേട്ടോ അഴിച്ചു വെക്കുന്നത്. എല്ലാവരും അവിടെയാണ് ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയി ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചു. ഞാനും വേണം കുറേ നാളായിട്ട് ആ ഒരു അമ്പലത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ഫോട്ടോസൊന്നും അലൗഡ് അല്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് ഒന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കില്ലാത്തൊരു ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഫ്രണ്ട് വ്യൂ ഒക്കെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോട്ടോസ് വീഡിയോസിലൊക്കെ ഇതൊരു അത്യാവശ്യം വലിയൊരു അമ്പലമാണ് ഗൈസ്. നടക്കാൻ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവിടെ പുണ്യാഹന്തലൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അതുപോലെ ഫ്രണ്ടിലുള്ള പാരമേക്കാവിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം ഒന്നുകൂടെ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഞാനും ഏട്ടനും ഇന്ന് അമ്പലത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരു അത്യാവശ്യത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോള് വിളിച്ച്, ചേച്ചി നമ്മൾക്ക് ഇങ്ങനെ പോയാലോ, ഞാനും അമ്മയും അമ്പലത്തേക്ക് പോകുന്നുണ്ട്, ചേച്ചി മാമനും വരുമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം ഞാൻ ഓക്കെ, കാരണം ഞാൻ ഈ അമ്പലത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ വേഗം വീട്ടിൽ പോയി വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി നേരെ വടക്കഞ്ചേരി പോയി സ്കൂട്ടിയൊക്കെ വെച്ച് വരുന്നു കേട്ടോ. അമ്പലത്തിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ പാറമേക്കാവുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുമായിരുന്നു. അതിനുശേഷം നമ്മൾ എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടോ. ഫ്രണ്ട് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു അമ്പലത്തിൻ്റെ. പിന്നെ നമ്മൾ ദേവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച്. പിന്നെ ഞങ്ങൾ പോയിരുന്ന ദിവസം എന്തോ ഒരു വിശേഷമുള്ള ദിവസമാണ് കേട്ടോ. അമ്പലത്തിൽ എന്തോ ഒരു വിശേഷ പൂജ അങ്ങനെ എന്തോ കാര്യം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലം വലം വയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ആനയെ നമ്മൾ കണ്ടുള്ളൂ ഗൈസ്. അപ്പം അമ്പലത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിതൊന്നും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടാ. അതുപോലെ ഞാൻ വടക്കുംനാഥ ക്ഷേത്രം കേട്ടിട്ടുണ്ട്, ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പാറമേക്കാവ് എന്നുള്ളൊരു അമ്പലം തന്നെ കേൾക്കുന്നതും കാണുന്നതും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അവിടെ പോയി നന്നായി തൊഴാൻ പറ്റി. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ തിരക്കുണ്ടായിരുന്നു, എന്നാലും നമുക്കത് നന്നായി തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് തന്നെ വന്നു. ഗൈസ്, നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ രാത്രിയായി. അപ്പം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം ആ മോളിന് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ നടന്നു. നമ്മൾ സ്റ്റാൻഡിലേക്ക് നടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ രാത്രി നടക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പോണതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നടക്കുമ്പോൾ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വടക്കഞ്ചേരി എത്തി, വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.